ക്രിസ്തുമസിനെ വരവേൽക്കാൻ ചാലക്കുടിയിൽ പുൽക്കൂടുകൾ ഒരുങ്ങുന്നു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ആനന്ദാണ് ദേശീയപാത ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിൽ പുൽക്കൂടുകൾ വിൽപ്പനയ്ക്കായി ഒരുക്കുന്നത്. ഇരിഞ്ഞാലക്കുട, അന്നമനട തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ നിന്ന് മുളയും ബാംബു കോർപ്പറേഷനിൽ നിന്ന് ഈറ്റയും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ദേശീയപാതയോരത്ത് കുടിൽ കെട്ടി കഴിഞ്ഞ 16 വർഷമായി മുളയുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആനന്ദൻ ക്രിസ്മസ് കാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മാണത്തിൽ സജീവമാണ്. മുള ചെറിയ കഷണങ്ങളായി മുറിച്ചെടുത്ത് ചീകി മിനുക്കി ആണി ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം. അതിനുശേഷം വൈക്കോൽ മേഞ്ഞ പുൽക്കൂടുകൾ രൂപപ്പെടുത്തിയെടുക്കും. വലിപ്പത്തിനനുസരിച്ചാണ് പുൽക്കൂടുകളുടെ വില. 250 രൂപ മുതലുള്ള കൂടുകൾ ഇവിടെ ലഭ്യമാണ്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു ആവശ്യക്കാർ ഏറെയും. എന്നാൽ ഇത്തവണ മുതൽ മേൽപ്പാലം വന്നതോടുകൂടി കച്ചവടത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നതെന്ന് ആനന്ദൻ പറയുന്നു. നമ്മളെല്ലാ സൈസിനും ഓരോരോ പണിയുണ്ട്. കൊട്ടപ്പണിയുണ്ട്, പുൽക്കൂടുണ്ട്, മറ്റു കർട്ടനുണ്ട്. ഓരോരോ സൈസിനും ഓരോരോ പണി ചെയ്യും. മുള ആദ്യം ചെത്തിയിട്ട് ശരിക്കും ഉണക്കിയിട്ടിട്ടാണ് പിന്നെ ആണി വെച്ചിട്ട് പിന്നെ 7 പീസായിട്ട് അത് കെട്ടി വരും. അതാണ് ഒരു പുൽക്കൂട്. ഒരു പുൽക്കൂടിന് 7 പീസാണ്. ആ 7 പീസ് നമ്മൾ കെട്ടി വെക്കും. അന്നമനടയുണ്ട്, ഇടിഞ്ഞാലക്കുട ഉണ്ട്. എവിടെ മുള കിട്ടും അവിടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈറ്റയൊക്കെ ബാമ്പ് കോർപ്പറേഷൻ എടുക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ മറ്റേ കൊറോണ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പുൽക്കൂടിന് നല്ല കച്ചവടം കിട്ടുന്നോർത്ത് ഞങ്ങൾ നോക്കിയിരിക്കണേ. കഴിഞ്ഞ കൊല്ലം നമുക്ക് കച്ചവടം കുറവായിരുന്നു. അതിന് മുമ്പ് കുറവുണ്ടാവില്ല. കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കച്ചവടം കിട്ടുന്നോർത്ത് നോക്കിയിരിക്കുകയാണ്. ആനന്ദനെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും സഹായിയായുണ്ട്. ഇരിങ്ങാലക്കുട, അന്നമനട തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ നിന്ന് മുളയും ബാബു കോർപ്പറേഷനിൽ നിന്ന് ഈറ്റയും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. പുൽക്കൂടുകളെ കൂടാതെ ബാബു കട്ടനുകളും കുട്ട തുടങ്ങി മറ്റു മുളയുൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. യേശുദേവന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ലോകം തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാർ. മീഡിയ ടൈം, ചാലക്കുടി.